ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതുപോലൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടായിരിക്കും. എൻ്റെ പേര് അനഘ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. വലിയ കെയറൊന്നും ഞാൻ യൂട്യൂബ് കൊടുക്കുന്നില്ല. ഞാൻ ഫുൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ നാളോട് വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടണമെന്നൊക്കെ. അപ്പം എന്നെപ്പറ്റി ഞാൻ പറയാൻ അനഘ. എൻ്റെ വീടൊക്കെ വയനാട്ടിലാണ്. ഞാൻ പഠിക്കുന്നത് കൊല്ലത്ത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിങ്ങിനെ പറ്റി തന്നെയാണ്. എൻ്റെ കുറച്ച് കസിൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നഴ്സിംഗ് എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പമാണ്. എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാനിപ്പോൾ നഴ്സിംഗ് ഓക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഒരാൾ അതിനകത്ത് കൊണ്ടിരുന്ന പോലെ തോന്നും. ആ കുട്ടി അത് എടുത്ത് പഠിക്കാൻ കയറുമ്പോൾ അവർ ചോദിക്കും, ആ ചേച്ചി പറഞ്ഞത് ഇതിനെയാണ് നല്ലതെന്ന് പറഞ്ഞത് ഇത് ആ കുട്ടിക്ക് തോന്നും. ഇപ്പൊ ഞാൻ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടുകാരെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നല്ല നിലയിൽ എത്തിയിട്ട് നമ്മളെ അങ്ങനെ എത്താണ്ടിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ പറയുന്നത്, അവൾക്ക് പറഞ്ഞു തരാത്ത എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എനിവേ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ആക്ച്വലി എനിക്ക് വലിയ നഴ്സിങ്ങിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ ഉറപ്പിച്ചാണെങ്കിൽ നഴ്സിംഗ് എടുക്കത്തേ ഇല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നഴ്സിംഗ് ഇല്ല, ഞാൻ എടുക്കത്തില്ല ഇനി ഉറപ്പിച്ചായിരുന്നു. പിന്നെ നോക്കുമ്പോൾ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്തപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ സയൻസ് എടുത്തപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ്, +2 കഴിഞ്ഞ് നമുക്ക് നഴ്സിംഗ് ആണ് അടുത്ത ഓപ്ഷൻ. ഞാൻ നഴ്സിംഗ് എടുത്തു. അത് പിന്നെ ഗതികളുകൊണ്ട് എടുത്താണ്. എൻ്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു നഴ്സിംഗ് എടുക്കണം, പുറത്തേക്ക് പോകാം. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഇതാണല്ലോ, പുറത്ത് പോകാം, നല്ല സാലറി കിട്ടും. അത് കേൾക്കുമ്പോൾ ഏതൊരു കുട്ടിയായാലും വീട് പോകും. ഞാൻ അതുപോലെ നിന്ന് പോയി. അപ്പോൾ എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൂരം പോയിട്ട് പഠിക്കാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കോളേജിൽ ഞാൻ 3 മാസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദൂരം കിട്ടിയപ്പോൾ അത് കൊല്ലത്താണെങ്കിൽ കിട്ടിയത് നഴ്സിംഗ് അഡ്മിഷൻ. അപ്പോൾ ഞാൻ അവിടെ കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. കൊല്ലത്ത് നഴ്സിംഗ് ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഞാൻ നഴ്സിംഗ് എടുത്തു. അന്ന് പെട്ടുപോയി. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് നിർത്തി അവസാനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുമോ എന്തൊക്കെയായിരുന്നു ഇതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇതെങ്കിലും ഇത് പഠിക്കാം അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴും അയ്യോ ഇവിടെ നിന്ന് പോയാൽ മതി തോന്നിയിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. പഠിക്കാനെങ്കിൽ ഭയങ്കര മടിയാണ്. മടിയെന്നല്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒന്നും ആയിരുന്നില്ല നഴ്സിംഗ് ഓരോ സബ്ജക്റ്റ്. പിന്നെ ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ചു, എന്തെങ്കിലും ആവട്ടെ പഠിക്കാം. ഇവിടെ നിന്ന് ഈ കൊല്ലം വിട്ട് വയനാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് തന്നെ പോകത്തുള്ളൂ എന്നുള്ള മൈൻഡായി എനിക്ക്. പിന്നെ അതിന് മുന്നേ ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ വിളിച്ച് എനിക്ക് അറിയായിരുന്നു, അമ്മ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വലിയ അമ്മ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മ അപ്പം എന്നെ ഒരിക്കലും എന്നെ ചീത്ത പറയുക, എന്നെ താഴ്ത്തി സംസാരിക്കുക ചെയ്തില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, നീ നീ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ നീ പഠിക്കുക, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. ഇതൊക്കെയാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത്. ഞാൻ ഒരിക്കലും എന്നെ ചീത്ത പറയുക അങ്ങനെ ഒരു ആളെയല്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തിയത് എൻ്റെ അമ്മയുടെ ഒരു എൻ്റെ എഫേർട്ട് മാത്രം ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ്. അമ്മയും പിന്നെ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്കുണ്ട്. ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ എത്തിയതാണ്. ഈ നഴ്സിംഗിനകത്ത് നമുക്ക് ഒരിക്കലും ഞാൻ ഒരാളോട് ചോദിച്ചാൽ പോലും നഴ്സിംഗ് എടുത്ത ഒരാളോട് അല്ലെങ്കിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളോട് നഴ്സിംഗ് എങ്ങനെയാണോ, സൂപ്പറാണോ, പഠിക്കാൻ സൂപ്പറാണോ, ജോലി എങ്ങനെയാണ് എന്നൊന്നും ഒരിക്കലും ആരും ചോദിക്കത്തുമില്ല. അവർക്ക് ഒരിക്കലും അത് അവർ നല്ലതാണെന്ന് പറയത്തുമില്ല. കാരണം എന്താ, അത് അനുഭവിച്ച് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ നഴ്സിംഗ് ആരും എടുക്കരുത്, അത്ര നല്ലതുമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എല്ലാം കൊണ്ട് നിങ്ങളുടെ മൈൻഡും നിങ്ങളെല്ലാം കൊണ്ട് ഓക്കെയാണ്. നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇഞ്ചക്ഷൻ വെക്കാനുണ്ട്, ബ്ലഡ് കൊണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. എനിക്കൊന്നും താല്പര്യമില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. ഇപ്പോൾ പോലും എനിക്ക് കാണുന്നത് ഭയങ്കര ടെൻഷനാണ് ഒരു ടൈം വരെ. പിന്നെ അത് മാറ്റിയെടുത്തു. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് പറയണമെന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നഴ്സിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.